നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ കളർഫുൾ ഇമേജസ് ഓൺ ദി വാൾ എന്ന ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ക്രിറ്റ എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ജിംബ് എന്ന ആപ്ലിക്കേഷനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതേപോലെ ഈ വർഷം നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിറ്റ എന്ന ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം. ഇതിൽ നമുക്ക് വരയ്ക്കാനുള്ള ചിത്രം ഇതിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ചിത്രം ഇതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. നമുക്കിത് ഒരുമിച്ച് ഒറ്റയടിക്ക് വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിത് 3 ഭാഗമായിട്ട് വരയ്ക്കാം. ഇതിൽ പക്ഷി വരയ്ക്കണം, പിന്നെ ഒരു മരക്കൊമ്പും, പിന്നെ ബാക്ക്ഗ്രൗണ്ടും വരയ്ക്കും. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് വരച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാം. എന്നിട്ട് പിന്നെ ഒരു മരക്കൊമ്പും അതിൻ്റെ മുകളിലായിട്ട് ഒരു പക്ഷിയും വരയ്ക്കുക. ഇത് 3 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഭാഗം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടാണ് വരയ്ക്കാനുള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ എടുക്കണം. ഇതിന് ഈ താഴെ ഷോ ആപ്ലിക്കേഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടൈപ്പ് ടു സെർച്ച് ചെയ്യുന്ന അവിടെ ക്രിറ്റ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ തുറന്നു വരും. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് നോക്കിയാൽ നമുക്കിവിടെ ക്രിറ്റ ഇങ്ങനെ ഓപ്പൺ ആവണ കാണാം. ഇങ്ങനെ റൗണ്ട് ചെയ്യണത് നമുക്ക് മനസ്സിലാക്കേണ്ടത് തുറന്നു വരുന്നുണ്ടെന്ന്. അഥവാ ക്ലിക്ക് ശരിയായില്ലെങ്കിൽ ഒന്നുകൂടി എടുക്കാം. ഇനി നമുക്ക് ആദ്യം ഇടത് ഭാഗത്ത് കുറച്ച് ടൂൾസുകൾ കാണാം. മുകൾ ഭാഗത്ത് മെനൂസ് കാണാം. വലത് ഭാഗത്ത് അതിൻ്റെ ലെയർ, കളർ അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ലെയറൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി നമുക്കിതിൽ ലെഫ്റ്റ് സൈഡിൽ ന്യൂ ഫയൽ എന്ന ഭാഗം ഉണ്ടാവും. ആ ന്യൂ ഫയൽ ഈ സ്റ്റാർട്ടിൻ്റെ അവിടെ ന്യൂ ഫയൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫയലിൽ ന്യൂ കൊടുക്കാം. ഏതായാലും ഒന്ന് തന്നെയാണ്. അതിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു ക്യാൻവാസ് ഇവിടെ തുറന്നു വരുന്നതായിരിക്കും. ഇനി മൗസിൽ ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്കൊന്ന് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടൊന്ന് സ്ക്രോൾ ചെയ്തൊന്ന് റെഡിയാക്കാം. ഇത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ നമുക്ക് വരയ്ക്കാമെന്നുള്ളത് നോക്കാം. ഇതിൽ ആദ്യം ഒരു ലെയർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് ന്യൂ ലെയർ BG എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലെയർ, നമുക്ക് വരയ്ക്കണൊക്കെ ഓരോ ലെയറായിട്ട് വരയ്ക്കണത് വളരെ നന്നായിരിക്കും. ലെയറാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വരച്ചു, അതിന് ശേഷം വേറൊരു ഭാഗം വരച്ചു, ഓരോ ഭാഗമായിട്ട് വരയ്ക്കുക. അപ്പോൾ ഒരു ഭാഗം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതങ്ങോട്ട് കളഞ്ഞാൽ മതി. ഇത് എല്ലാം ഒന്നിൽ വരച്ചാൽ പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇതിൽ നമുക്കൊരു ലെയർ ഉണ്ടാക്കാം. ഇതിൽ നമുക്ക് ലെയർ ഉണ്ടാക്കാൻ വേണ്ടി ഈ വലത് ഭാഗത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം. പിന്നെ ഒരു പെയിൻറ്റ് ലെയർ 1 എന്ന്, അത് ഡീഫോൾട്ടായിട്ട് ഇതിൽ കിടക്കുന്ന ഒരു ലെയറാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു ലെയർ നമുക്ക് ഉണ്ടാക്കാം. അതിനിവിടെ പ്ലസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്തായിട്ടൊരു പ്ലസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ അത് അവിടെ പെയിൻറ്റ് ലെയർ 2 എന്ന് വന്നിട്ടുണ്ടാവും. ആ ലെയർ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പേര് മാറ്റാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചിട്ട് BG എന്ന് തന്നെ കൊടുക്കാം. BG എന്നോ ബാക്ക്ഗ്രൗണ്ട് എന്നോ എന്ത് വേണേലും കൊടുക്കാം. എന്നിട്ട് BG എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മൗസ് എവിടെയെങ്കിലും ഒന്ന് പുറത്തോ എവിടെയെങ്കിലും ഒന്ന് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഈ ബ്ലാക്ക് വരുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ സെലക്ഷൻ അങ്ങോട്ട് മാറി കിട്ടും. അല്ലെങ്കിൽ ആ പേരിൻ്റെ അവിടെ തന്നെ സെലക്ഷൻ ഉണ്ടാവും. ഡബിൾ ക്ലിക്ക് ചെയ്യുക, BG എന്ന് കൊടുക്കുക, എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് ആ പേര് അവിടെ ആക്റ്റീവ് ആവുള്ളൂ. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കി വെക്കാം. ഇതിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വൈറ്റ് അല്ല, കുറച്ചൊരു വേറൊരു കളറാണ്. ശ്രദ്ധിച്ചാൽ മതി, ഒരു വേറൊരു കളറാണ് ഉള്ളത്. അപ്പോൾ നമുക്കതിന് ഫിൽ കളർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു കളർ നൽകാൻ പറ്റും. നോക്കി വെക്കാം. ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറേ ടൂൾസ് ഉണ്ട്. അതിൽ ഇവിടെ ഒരു ഫിൽ ടൂൾ എന്നൊരു ഭാഗമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഫിൽ ടൂൾ എന്നൊരു ഭാഗമുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ മുകൾ ഭാഗത്തായിട്ട് 2 കളർ കാണാൻ പറ്റും. സെലക്റ്റിൻ്റെ താഴെ ഒരു 2 ബോക്സുകൾ കാണാം. ഇതിൽ മുകളിലുള്ളത് ഫോർഗ്രൗണ്ട് കളറെന്നും താഴെയുള്ളത് ബാക്ക്ഗ്രൗണ്ട് കളറെന്നാണ്.
ഫോർഗ്രൗണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. പെൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റ്, ഈ ഒരു ബക്കറ്റ് പോലത്തെ ഈ ഫിൽ ടൂള്, ഈ ടൂള് കളർ എന്താണ് തീരുമാനിക്കുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഫോർഗ്രൗണ്ട് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കളറിൻ്റെ പാലറ്റ് കാണിക്കും. ഇനി നമുക്ക് വേണ്ട കളറുകൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കത് കണ്ടിട്ട് ഏകദേശം ക്രീം കളർ പോലെയാണ്, കുറച്ച് ലൈറ്റായിട്ടൊരു ക്രീം കളർ. ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാ ഇവിടെ കളറ് വല്ലാണ്ട് അറിയേണ്ട, ചെറുതായിട്ടൊരു കളർ നമുക്ക് അറിഞ്ഞാൽ മതി. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വരച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൽ കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വരയ്ക്കാം. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത് ഫ്രീ ഹാൻഡ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൽ ഈ ഡിസൈനുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ വരയ്ക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഭാഗം ഇതാണ്, രണ്ടാമത്തെ ഭാഗം ഇതാണ്, മൂന്നാമത്തെ ഭാഗം ഇതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫ്രീ ഹാൻഡ് സെലക്ഷൻ പെയിൻറ്റ്, അതൊരു ബ്രഷ് ടൂളാണ്. ആ ടൂൾ ഉപയോഗിച്ച് ഇതേപോലെ ഇങ്ങനെ അതിലും വരച്ച് വെക്കുക. എന്നിട്ട് ഇതിലെന്ത് ചെയ്യുക, കളർ നൽകുക. അത്രയേ ഉള്ളൂ. നമുക്കതിന് ഇടത് ഭാഗത്ത് ഇവിടെ ഫ്രീ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ബ്രഷ് ടൂൾ ഉണ്ടാവും, എടുക്കുക. എന്നിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കളർ നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് കളർ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെ ഈ ഒരു കളറാണ്, ബ്ലൂ ഗ്രീൻ കൂടി മിക്സ് വരുന്നൊരു കളറാണിത്. കുറച്ച് ഡാർക്ക് ബ്ലൂവും ഒക്കെ വരുന്നൊരു കളറാണ്. നമുക്ക് കൃത്യം അതേ കളർ വരണമെന്ന് ഇല്ല, ഏകദേശം അതേപോലെ ആയാൽ മതി. ഇനി നമുക്കിത് നോക്കി വെക്കാം. അതിന് കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ബ്ലൂ കളറും ഗ്രീനും കൂടി വരുന്നൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഏകദേശം അതേപോലെ തോന്നുകയാണെങ്കിൽ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഇടത് ഭാഗത്തുള്ള ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഷേപ്പിൽ അതേപോലെ വരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് വരച്ചു തുടങ്ങുന്നത്. ലെഫ്റ്റ് സൈഡിൽ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓക്കെ. അതിങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഭാഗം ഫുള്ളാക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ പേജിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് പാടില്ല. അത് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണിക്കാം. എന്താ ഇവിടെ ഒരു ഗ്യാപ്പോ ഒന്നും വരാൻ പാടില്ല, അല്ലെങ്കിൽ കളർ പുറത്തേക്ക് വരും. ഇനി ഇതിൽ നീക്കാൻ 2-3 കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്ക് സാധാരണ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്താൽ സൂം ചെയ്യാം. പിന്നെ അതേപോലെ ഈ പേജ് ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കണമെങ്കിൽ നമ്മളിത് ഇവിടെ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രോൾ ബട്ടൺ തന്നെ സ്ക്രോൾ ചെയ്യാൻ മാത്രമല്ല, മൗസിൻ്റെ ആ സെൻറ്ററിലൊരു ബട്ടൺ കൂടിയുണ്ട്. ആ സ്ക്രോൾ ചെയ്യുന്ന ബട്ടൺ ഇങ്ങനെ സൂം ആവും. അതേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൈയുടെ ചിഹ്നം വരും. അത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ നീക്കാനും പറ്റും. കുറച്ചുകൂടി സൗകര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കേണ്ടി വരും. ഇനി നമുക്കിതിലെ കളർ നൽകാം. അതിന് ഫിൽ ടൂൾ എടുക്കുക, ഇടത് ഭാഗത്തുള്ള ഫിൽ ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഭാഗമായി. ഇനി നമുക്കടുത്തതിൽ എന്താണ്, ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം ഒരു കളറ് സെറ്റ് ചെയ്യും. അതിന് സോഫ്റ്റ്വെയറിലേക്ക് വന്നു, ഒന്ന് കളർ എടുത്തു. നോക്കി നോക്കാം, ഏകദേശം ഒരു മഞ്ഞ കളർന്നൊരു കളറാണ്. കുറച്ചുകൂടി കൂടി ആക്കുക. ഓക്കെ കൊടുത്തു. നമ്മൾ വീണ്ടും ഇടത് ഭാഗത്ത് ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലുള്ള ടൂൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഫിൽ ടൂളാണ്, ബ്രഷാണെന്ന് കരുതി വരച്ചാൽ അറിയാതെ കളർ ഇങ്ങനെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എഡിറ്റിൽ അണ്ട് കൊടുക്കുക. എന്തെങ്കിലും നമ്മൾ വരയ്ക്കുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ എഡിറ്റിൽ അണ്ട് കൊടുക്കുക, വീണ്ടും വരയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വീണ്ടും അതേപോലെ ഫ്രീ ഹാൻഡ് ടൂൾ എടുത്തിട്ട് അതേപോലെ ടെക്സ്റ്റിൽ നോക്കി നോക്കാം. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്. നോക്കി നോക്കാം.
കൃത്യം നമ്മളത് അതേപോലെ വരയ്ക്കാനൊന്നും പറ്റില്ല, എന്നാലും നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രം. ഇനി നമുക്ക് അതേപോലെ വീണ്ടും ഫിൽ ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെയും കൂടി മതി. ഇനി നമുക്ക് ഒന്നുകൂടി വരച്ച് നോക്കാം. വരച്ചത് തെറ്റിയുകൊണ്ട് വീണ്ടും വരയ്ക്കുകയാണ്. ഓക്കെ, വീണ്ടും നമ്മൾ ഫിൽ ടൂൾ എടുത്തു, ക്ലിക്ക് ചെയ്തു, കുഴപ്പമില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗം കൂടി നോക്കാം. അതും ഇതേപോലെ ഈ ഒരു ചെറിയ ഭാഗം തന്നെയുള്ളൂ. അതിന് കളർ ഏകദേശം ഒരു ഓറഞ്ച് കളറാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഓറഞ്ച് കളർ കൊടുക്കുക ഏകദേശം. ഓക്കെ കൊടുക്കുക, ഫ്രീ ഹാൻഡ് എടുക്കുക, നേരത്തെ കണ്ട പോലെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട പോലെ ഇങ്ങനൊരു ചെറിയ ലെയർ വരയ്ക്കുക. നമുക്ക് വീണ്ടും ഫിൽ ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ വരയ്ക്കാനുള്ളതൊരു സൂര്യനെയാണ്. സൂര്യനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ കണ്ടാൽ അറിയാം നമുക്ക് നല്ലൊരു വട്ടമുണ്ട്, പിന്നെ വലിപ്പവും പിന്നെ പെർഫെക്റ്റ് ഷേപ്പാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് എലിപ്സ് ടൂള്. അപ്പോൾ എലിപ്സ് ടൂൾ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആ കളർ എന്ത് ചെയ്യാം, ഒന്ന് മഞ്ഞ കളറാക്കുക, ഓക്കെ കൊടുക്കുക, എലിപ്സ് ടൂൾ എടുക്കുക, വരയ്ക്കുക. വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ടോ ഷേപ്പ് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്ന് ഇല്ല, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഷേപ്പ് വരും. അപ്പോൾ നമുക്ക് കളറൊന്നും ശരിയായിട്ടില്ല, ഒന്നുകൂടി ഒന്ന് മാറ്റി നോക്കട്ടെ. കറക്റ്റ് ആവണില്ല ഷേപ്പ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വരയ്ക്കുമ്പോൾ തന്നെ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ഇത് വരയ്ക്കുക. ആദ്യം വരച്ചിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിക്കുക. ഷിഫ്റ്റ് അമർത്തി പിടിക്കുമ്പോൾ നിങ്ങൾ മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലും ആ റൗണ്ടിന് വലിയ വ്യത്യാസം വരില്ല. ഒന്നുകൂടി കാണിച്ചു തരാം. എഡിറ്റിൽ അണ്ടു കൊടുത്തു. ഇവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ നിന്നാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് കൂടെ അമർത്തുക. ഷിഫ്റ്റ് അമർത്തുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ആ റൗണ്ടിൻ്റെ ഷേപ്പിന് കണ്ടോ, ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കിയാലോ ആ റൗണ്ടിന് വ്യത്യാസം, ഷിഫ്റ്റിൽ നിന്ന് കൈയെടുത്താലോ ഷേപ്പ് വ്യത്യാസം വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം വരച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് അമർത്തിയിട്ട് ഏകദേശം സെൻറ്ററിലെത്തുമ്പോൾ കൈയെടുക്കുക. ഇനി നമ്മൾ ഫിൽ ടൂള് എടുക്കുക, ക്ലിക്ക് ചെയ്യുക. നമ്മൾ വരയ്ക്കാനുള്ള ഏകദേശം ആയിക്കഴിഞ്ഞു. കളർ ഒന്നുകൂടി വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കുറച്ചുകൂടി വേണം തോന്നാൻ നമുക്കൊന്നുകൂടി ഫില്ല് ചെയ്താലും മതി. അത് നമ്മൾ വരച്ചതിൽ തെറ്റ് തോന്നുകയാണെങ്കിൽ കളർ ഒന്നുകൂടി വേണം തോന്നുകയാണെങ്കിൽ ഫിൽ ടൂൾ എടുക്കുക, ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ടെക്സ്റ്റ് അതെങ്കിലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നമുക്കിതിനെ എന്ത് ചെയ്യാം, ഒന്ന് സേവ് ചെയ്യാം. തൽക്കാലം ഞാൻ ഫയലിൽ സേവ് കൊടുക്കുകയാണ്. 8 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ടാമത്തെ ഭാഗം സെക്കൻഡ്